എല്ലാവർക്കും ലാവുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കായ പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് സേമിയ നന്നായി വറുത്തെടുക്കാം. അതിനുശേഷം പായസം ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് ഗ്യാസിൽ വെക്കുക. പാത്രം ചൂടായതിനു ശേഷം വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുക. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. സേമിയ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച 3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പാല് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ചു കൊടുക്കുക. അപ്പോൾ സേമിയ പാലിൽ ഇതുപോലെ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ സേമിയ വെന്തു എന്ന് മനസ്സിലാക്കാം. ഇനി എടുത്തു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി യോജിപ്പിച്ച് വെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം മുന്തിരി വറുത്തെടുക്കുക. മുന്തിരി വറുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ചെറിയ തീയിൽ വെച്ച് നന്നായി മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട്. ഇതേ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി തിളച്ചു വരുന്ന സമയത്ത് നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പായസം നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.